ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കഥാസാഗരം ഇവിടെ ആരംഭിക്കുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കാണാം. നാടോടി കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ പരിപാടി. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഇതിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. അതുകൂടാതെ ചില ചിന്തകളും ഇതിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം, വൈകണ്ട അല്ലേ? അപ്പോൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്, കേട്ടോളൂ. പരമാനന്ദൻ ഗ്രാമത്തിലെ ഒരു വിഭാഗം ആൾക്കാരുടെ ഗുരുവായിരുന്നു. അയാൾക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും തിരുമണ്ടന്മാരായിരുന്നു. അവർ പരമാനന്ദന് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല. സദാസമയവും അവർ ഗുരുവിനെ ചുറ്റിപ്പറ്റിയുണ്ടാകും. അത് കാരണം പരമാനന്ദന് സമാധാനത്തോടെ ഒന്ന് ഉണ്ണാനോ ഉറങ്ങാനോ കുളിക്കാനോ, എന്തിന് ഭാര്യയോടൊന്ന് സ്വസ്ഥമായി സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ പരമാനന്ദൻ ശിഷ്യന്മാരെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് പറയാം. ശിഷ്യന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ പരമാനന്ദനും ഭാര്യയും അവരെ എങ്ങനെ കുറേ നേരം അകറ്റി നിർത്താമെന്ന് ആലോചിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർക്ക് വിചിത്രമായൊരു ആശയം തോന്നി. ഉടൻ തന്നെ പരമാനന്ദൻ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ടിങ്ങനെ പറഞ്ഞു: നമ്മുടെ പത്നിക്ക് സവിശേഷ രീതിയിലുള്ള ഒരു സൂചി വേണം. അത് 10-15 ഗ്രാമങ്ങൾക്കപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അത് ആർക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റും? പരമാനന്ദൻ ചോദിച്ചു. എനിക്ക് പറ്റും, എനിക്കും പറ്റും, ഞാൻ കൊണ്ടുവന്ന് തരാം. അങ്ങനെ ഓരോ ശിഷ്യന്മാരും കൈയുയർത്തുകയും അത് ആ ജോലി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ശരി ശരി ശരി, എന്നാൽ താമസിക്കേണ്ട, വേഗമാകട്ടെ, പരമാനന്ദൻ ഉത്തരവിട്ടു. ശിഷ്യന്മാർ തോർത്തും തലയിൽ കെട്ടി ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് സൂചി വാങ്ങാൻ പുറപ്പെട്ടു. പക്ഷേ അവർക്കൊരു കടയിലും പ്രത്യേക തരത്തിലുള്ള ആ സൂചി കണ്ടെത്താനായില്ല. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ കൗശലക്കാരനായ ഒരു കച്ചവടക്കാരൻ അവരെ സമീപിച്ചിട്ട് പറഞ്ഞു: നിങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക തരത്തിലുള്ള സൂചി എൻ്റെ കൈവശമുണ്ട്. പക്ഷേ അല്പം വില കൂടും. അയ്യോ, അത് സാരമില്ല, എത്ര വില വേണമെങ്കിലും ഞങ്ങൾ തരാം, ശിഷ്യന്മാർ പറഞ്ഞു. എങ്കിൽ എൻ്റെ വീട്ടിൽ വരൂ, ഞാനത് അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർ ഘോഷയാത്രയായി കച്ചവടക്കാരൻ്റെ പിറകെ നടന്നു. അയാളുടെ വീട്ടിൽ ചെന്നു. അയാൾ വീട്ടിനകത്ത് നിന്ന് ഒരു താലത്തിൽ തുണി വിരിച്ച് ഒരു സാധാരണ സൂചി അതിൽ വെച്ചുകൊണ്ട് വന്നു. ഇതാ നിങ്ങൾ അന്വേഷിച്ച പ്രത്യേക തരത്തിലുള്ള സൂചി. ഇതിൻ്റെ മുനയ്ക്ക് സാധാരണ സൂചിയുടേതിനേക്കാൾ ഇരട്ടി മൂർച്ചയാണുള്ളത്. അതുപോലെ തന്നെ നൂല് കോർക്കുന്ന ദ്വാരവും പ്രത്യേക തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, വ്യാപാരി പറഞ്ഞു. അതുപോലെ തന്നെ നൂല് കോർക്കുന്ന ദ്വാരവും പ്രത്യേക തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, വ്യാപാരി പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. വ്യാപാരി പറഞ്ഞ പണം കൊടുത്ത് അവർ സൂചി വാങ്ങി. അപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം അവിടെ രൂപപ്പെട്ടത്. എല്ലാവർക്കും സൂചി എടുക്കണം. സൂചി കൊണ്ട് കൊടുക്കുന്നവരോടല്ലേ ഗുരുവിന് സ്നേഹക്കൂടുതൽ ഉണ്ടാകൂ. അതുകൊണ്ട് സൂചി ചുമക്കാനുള്ള അവസരം ആരും കളയാൻ തയ്യാറായില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് ചുമക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനുള്ള വലിപ്പം സൂചിക്കുണ്ടായിരുന്നില്ല താനും. ഇനി എന്തു ചെയ്യുമെന്നായി അവരുടെ വിഷമം. അവരുടെ പ്രശ്നം കണ്ടപ്പോൾ അതിൽ ഇടപെടാൻ വ്യാപാരി തീരുമാനിച്ചു. അയാൾ അവരോട് പറഞ്ഞു: നിങ്ങൾ നോക്കിയേ, ആ മരം കണ്ടോ? അതിൽ സൂചി കുത്തിവെക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് അത് ചുമന്നുകൊണ്ട് പൊയ്ക്കോളൂ. സൂചിയും സ്ഥലത്തെത്തും. ഗുരുവിന് ആരോടും സ്നേഹക്കുറവും ഉണ്ടാകുകയില്ല. ആ പറഞ്ഞത് ശരിയാണല്ലോ, ഇത് നല്ല ബുദ്ധി തന്നെ. ശിഷ്യന്മാർക്ക് സമ്മതമായി. പക്ഷേ ഒരു കാര്യം, ആ മരത്തിന് നല്ല തുക നൽകേണ്ടി വരും, വ്യാപാരി പറഞ്ഞു. അതിനെന്താ, ചോദിക്കുന്ന വില എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. അങ്ങനെ വലിയ വില കൊടുത്ത് ശിഷ്യന്മാർ ആ പാഴ്മരം വാങ്ങി. മരത്തിൽ സൂചി കുത്തിവെച്ച്
അതും ഉയർത്തിപ്പിടിച്ച് ആഘോഷപൂർവ്വം തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അത് കണ്ട് വ്യാപാരിയും നാട്ടുകാരും തല തല്ലി ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ അവരെങ്ങനെ ചിരിക്കാതിരിക്കും? പാതിരാത്രിയിലാണ് ശിഷ്യന്മാർ ഗുരുവിൻ്റെ വീട്ടിലെത്തിയത്. അവർ പാഴ്മരവുമായി ഗുരുവിൻ്റെ കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി. മരത്തിൻ്റെ ചില്ലകൾ കൊണ്ട് ജനലും വാതിലും പൊളിഞ്ഞു വീണു. എന്താണിത്? ഗുരുവും പത്നിയും അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു. അയ്യോ ഗുരുവേ, സൂചി സൂചി! ശിഷ്യന്മാർ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്ര വലിയ സൂചിയോ? ഗുരുവിനൊന്നും മനസ്സിലായില്ല. അല്ല, ഇത് സൂചി കൊണ്ടുവന്ന മരമാ. ശിഷ്യന്മാർ സൂചി എടുക്കാൻ നോക്കിയപ്പോൾ സ്തംഭിച്ചു പോയി. മരത്തിൽ സൂചി കാണാനില്ല. അത് വഴിയിലെവിടെയോ വീണുപോയിരുന്നു. ശിഷ്യന്മാർ സമയം പാഴാക്കാതെ പുതിയ സൂചി വാങ്ങാൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു. അത് കണ്ട ഗുരു തലയിൽ കൈവച്ച് തറയിലിരുന്നു പോയി. ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടുകയല്ല, അവർക്ക് വകതിരിവ് ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് ഗുരുവിന് മനസ്സിലായി. അപ്പോൾ അത്രയുമാണ് കഥ. ഒരു നർമ്മമുള്ളൊരു കഥയാണ് അല്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടിയുള്ള ഒരു കഥ കൂടിയാണ്. പലപ്പോഴും ആൾ ദൈവങ്ങളാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ അവർ പറയുന്നത് വിശ്വസിക്കാനും അവർ പറയുന്ന ആശയങ്ങൾ ആണ് യഥാർത്ഥ ആശയമെന്നും യഥാർത്ഥ പോംവഴിയെന്നും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അല്ലേ? പൊതുവെ യഥാർത്ഥത്തിൽ ഓരോ ഗുരുവും ചെയ്യേണ്ടത് നല്ല ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്, വിശ്വസിപ്പിക്കുകയല്ല. അതെന്ത് തത്വസംഹിത ആയിക്കോട്ടെ, അത് വിശ്വസിപ്പിക്കുകയല്ല. അതിപ്പോൾ ദൈവത്തെക്കുറിച്ചായാൽ കൂടി അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക. അതെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിപ്പിക്കുക എന്നുള്ളതാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയുള്ളൊരു തർക്കങ്ങളിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെ ഊരിത്തിരിഞ്ഞ് വരേണ്ടതാണ് ആശയങ്ങളും വിജ്ഞാനവും ലോകപരിജ്ഞാനവും ഒക്കെ. മനുഷ്യനെക്കുറിച്ചുള്ള പഠനവും മനുഷ്യൻ്റെ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലാക്കൽ ഈ ചോദ്യ ഉത്തരങ്ങളിലൂടെയൊക്കെ വേണം രൂപപ്പെടേണ്ടത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കാത്ത ഗുരുക്കന്മാർ യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരല്ല. നല്ല ഗുരുക്കന്മാരെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ ശിഷ്യന്മാരെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ശിഷ്യന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് ഉത്തരം സ്വീകരിക്കുകയും അത് തിരുത്തുകയും അതിനെക്കുറിച്ച് തൻ്റെ ചിന്ത എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു സംവാദമാണ് അല്ലേ പഠനമെന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തി പറയുന്നതാണ് പൂർണ്ണമായ ശരി എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പന്തികേടുണ്ട്. എന്ത് ചിന്തയും കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ഈ പഞ്ചതന്ത്രം കഥകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? വിഷ്ണു ശർമ്മ എഴുതിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് കരുതുന്നത്. അപ്പോൾ ഇത് ലോകമെമ്പാടും ഈ കഥകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പല പല ഭാഷകളിലോട്ടൊക്കെ വളരെ മുമ്പേ യൂറോപ്പിലൊക്കെ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. പേർഷ്യൻ ലാംഗ്വേജും അല്ലെങ്കിൽ യൂറോപ്പിലെ പല ഭാഷകളിലും മറ്റുമൊക്കെ ഈ കഥകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചതന്ത്ര കഥകൾക്ക് അമുഖമായിട്ടൊരു കഥയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മൺ, ഈ വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞ ബ്രാഹ്മൺ, ഇത് എഴുതിയ വിഷ്ണു ശർമ്മ എന്ന ബ്രാഹ്മണൻ ഒരു മണ്ടന്മാരായ കുറച്ച് കുമാരന്മാരെ, രാജകുമാരന്മാരെ എങ്ങനെ നല്ല ഭരണകർത്താക്കളും ഒക്കെ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ കഥകളിലൂടെയാണ് അദ്ദേഹം ഈ പരിവർത്തനം, അവരുടെ ബൗദ്ധികമായ ഒരു പരിവർത്തനം അവരിലുണ്ടാക്കുന്നത്. ഈ കഥകൾ പറഞ്ഞ് അവരുടെ രാജതന്ത്രത്തിലും മറ്റുമൊക്കെ പ്രാവീണ്യമുള്ളവരാക്കുന്നത് അല്ലെങ്കിൽ നല്ല ഭരണകർത്താക്കളാക്കി മാറ്റുന്നത് ഈ കഥകളിലൂടെയാണ്. അപ്പോൾ ഈ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു കഥയ്ക്ക് വേറെ ഉപകഥകൾ കാണും, അതിൽ നിന്ന് വേറെ ഒരു കഥയുണ്ടാകും. അവസാനം ഒരു പ്രധാനപ്പെട്ട കഥയിലോട്ട് ഇതെല്ലാം വന്ന് എത്തിച്ചേരും. അപ്പോൾ ആ ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള കഥകളിലൂടെ ഒരു ബന്ധം രൂപപ്പെടുകയാണ്. അവർ തമ്മിൽ ഒരു ചർച്ച അല്ലേ, അവരറിയാതെ തന്നെ ഒരു ചർച്ച നടക്കുകയാണ്, ആശയവിനിമയമൊക്കെ നടക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചാണ്. ഈ കഥയിൽ ഇവർക്ക് ചോദ്യങ്ങളില്ല ഒന്നിനും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനുസരിക്കുകയാണ്.
ഗുരു പറയുന്നു, കേൾക്കുന്നു, ചെവിയിൽ വീഴുന്നു, ഉടനെ അത് നടപ്പിലാക്കാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഒന്നിനെക്കുറിച്ചും അവർ ചിന്തിക്കുകയും അതെന്തുകൊണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു സൂചി വേണമെന്ന് പറയുമ്പോൾ അത് എത്തരത്തിലുള്ള സൂചിയാണ്, അത് എവിടെ നിന്ന് ലഭിക്കും, അങ്ങനെ ഒരു സൂചി ഉണ്ടോ, അങ്ങനെയൊക്കെ ഒട്ടേറെ ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാമല്ലോ. എന്താണ് എൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കല്ലോ. ഒന്നും അവർ ചോദിക്കുന്നില്ല. അവർ ഗുരുവിനെ അന്ധമായി വിശ്വസിക്കുകയാണ്. അവസാനം സൂചി ഇല്ലെന്ന് അറിയുമ്പോഴും അവർ വീണ്ടും പോവുകയാണ് ആ സൂചി വീണ്ടും വാങ്ങിക്കാനായിട്ട്. അവസാനം കഥയിൽ പറയുകയാണ്, ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടുകയല്ല, അവർക്ക് വകതിരിവ് ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് ഗുരു മനസ്സിലാക്കി. ഇതിലൂടെ ഗുരു വലിയൊരു പാഠം പഠിക്കുകയാണ്. എല്ലാ തത്വസംഹിതകളും എണ്ണം കൂട്ടാനാണ് നോക്കുന്നത്. അവരുടെ പക്ഷത്തോട്ട് എണ്ണം കൂട്ടാനാണ് നോക്കുന്നത്. അതിനേക്കാളുപരി വേണ്ടത് അവരെ വകതിരിവ് ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതിലല്ല കാര്യം, ഉള്ളവർ നല്ല ചിന്താശക്തി ഉള്ളവരാണോ, അതാണ് ചോദ്യം. അതിലാണ് കാര്യമിരിക്കുന്നത്. അതിനാണ് പ്രാധാന്യം. നല്ല ചിന്താശക്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരും ആകണം, അതിലാണ് കാര്യമിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം, പുതിയ കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ ക്ഷമാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.